അനധികൃത കുടിയേറ്റക്കാരായ ഇന്ത്യക്കാരെ വിലങ്ങണിയിച്ച നാടുകടത്തിയ വിവാദം കത്തിനിൽക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 ദിവസത്തെ സന്ദർശനത്തിനായി അമേരിക്കയിലേക്ക് പോകുന്നു. ഫെബ്രുവരി 12, 13 തീയതികളിൽ നരേന്ദ്രമോദി അമേരിക്ക സന്ദർശിക്കുമെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രിയാണ് അറിയിച്ചത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി മോദി ഉഭയകക്ഷി ചർച്ച നടത്തുമെന്നും ചർച്ചയ്ക്ക് ശേഷം ഇരുവരുടെയും സംയുക്ത പ്രസ്താവനയുണ്ടാകുമെന്നും വിക്രം മിശ്രി അറിയിച്ചു. ഡൊണാൾഡ് ട്രംപ് 2ാം തവണ US പ്രസിഡന്റായ ശേഷം മോദിയുടെ ആദ്യ അമേരിക്കൻ സന്ദർശനമാണിത്. ഫെബ്രുവരി 10 മുതൽ 12 വരെ ഫ്രാൻസ് സന്ദർശിച്ച ശേഷമാണ് മോദി അമേരിക്കയിലേക്ക് തിരിക്കുക. ഫ്രാൻസിലെത്തുന്ന മോദി പാരീസിൽ നടക്കുന്ന ഉച്ചകോടിയിൽ പങ്കെടുക്കും. മോദിയുടെ സന്ദർശനം ഇന്ത്യ അമേരിക്ക ആഗോള തന്ത്രപ്രധാന ബന്ധത്തിന്റെ സൂചനയാണെന്ന് മിശ്രി പറഞ്ഞു. അനധികൃത കുടിയേറ്റക്കാരെ മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് അമേരിക്ക നാട് കടത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. നിലവിലെ ചട്ടപ്രകാരമാണ് സൈനിക വിമാനമിറങ്ങാൻ അനുമതി നൽകിയത്. തിരിച്ചയക്കുന്നവരോട് മോശം പെരുമാറ്റം പാടില്ല എന്ന് അമേരിക്കയെ അറിയിക്കുമെന്നും വിദേശകാര്യ സെക്രട്ടറി അറിയിച്ചു. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്കെതിരെ ഇറക്കുമതി തീരുവ സംബന്ധിച്ച് ട്രംപിന്റെ ഭീഷണി നിലനിൽക്കെയാണ് മോദിയുടെ സന്ദർശനം എന്നതും ശ്രദ്ധേയമാണ്. അതേസമയം അനധികൃത കുടിയേറ്റക്കാരായ ഇന്ത്യക്കാരെ വിലങ്ങണിയിച്ച് നാടുകടത്തിയ നടപടിയിൽ അമേരിക്കയെ പ്രതിഷേധമറിയിച്ച ഇന്ത്യ നാടുകടത്തൽ മാന്യമായ രീതിയിൽ ആയിരിക്കണം എന്നാണ് ഇന്ത്യ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇനി നാടുകടത്താനുള്ള 487 പേരിൽ 298 പേരുടെ വിവരങ്ങൾ അമേരിക്ക ഇന്ത്യക്ക് കൈമാറിയിരുന്നു. ഇവരെ ഉടൻ തന്നെ നാടുകടത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കൻ പ്രസിഡന്റ് ട്രംപുമായി നടത്തുന്ന ചർച്ചകൾക്ക് ശേഷം മാത്രമേ തുടർ നടപടികൾ സ്വീകരിക്കുകയുള്ളൂ എന്നും ഇന്ത്യ അറിയിച്ചിട്ടുണ്ട്. അതുവരെ അമേരിക്കയിൽ നിന്നും അനധികൃത കുടിയേറ്റക്കാരുമായി എത്തുന്ന വിമാനങ്ങൾക്ക് അനുമതി നൽകിയിട്ടില്ല. ബുധനാഴ്ചയാണ് മോദി ട്രംപ് കൂടിക്കാഴ്ച. അതിനിടെ തന്റെ ഭരണത്തിന് കീഴിൽ ജോലി ചെയ്യാൻ താൽപര്യമില്ലാത്ത ഫെഡറൽ ജീവനക്കാർക്ക് രാജിവെക്കാൻ അവസരം നൽകി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരുന്നു. ഇത് സംബന്ധിച്ച് ജീവനക്കാർക്ക് ഇമെയിൽ വരെ ട്രംപ് അയച്ചിരുന്നു. രാജിവെക്കാൻ സമ്മതമാണെങ്കിൽ 8 മാസത്തെ ശമ്പളം, ആനുകൂല്യങ്ങളും പിരിച്ചുവിടൽ പാക്കേജായി നൽകും. ഫെബ്രുവരി 6-നകം തീരുമാനമറിയിക്കാനാണ് ട്രംപ് ആവശ്യപ്പെട്ടിരുന്നത്. 20 ലക്ഷത്തിലേറെ ജീവനക്കാരിൽ 10% പേർ ഓഫർ സ്വീകരിക്കുമെന്നാണ് ഭരണകൂടത്തിന്റെ പ്രതീക്ഷകൾ. പദ്ധതിയിലൂടെ $10,000 കോടി ലാഭമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. യോഗ്യത, പെരുമാറ്റം, മാനദണ്ഡങ്ങൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്തലുകളും ഉണ്ടാകും. ഇത് ഭാവിയിൽ പിരിച്ചുവിടലിന് കാരണമായേക്കാമെന്ന് മുന്നറിയിപ്പുകളുണ്ട്. ഈ നീക്കത്തിനെതിരെ അമേരിക്കൻ ഫെഡറേഷൻ ഓഫ് ഗവൺമെന്റ് എംപ്ലോയീസ് രംഗത്തെത്തിയിരുന്നു. ഡെമോക്രാറ്റിക് നേതാക്കളും വിമർശിച്ച് രംഗത്തെത്തി. അതേസമയം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ തുടരുന്ന സുനിത വില്യംസിനെയും ബെച്ച് വിൽമോറിനെയും ഉടൻ തിരിച്ചെത്തിക്കണമെന്ന് ടെസ്ല സ്പേസ് എക്സ് മേധാവി ഇലോൺ മസ്കിനോട് നിർദ്ദേശിച്ച ട്രംപ് ഇരുവരെയും തിരിച്ചെത്തിക്കാൻ വൈകിയതിൽ ബൈഡൻ ഭരണകൂടത്തെ മസ്ക് കുറ്റപ്പെടുത്തുകയും ചെയ്തു. വേഗത്തിൽ തിരിച്ചെത്തിക്കുമെന്ന് മസ്ക് ഉറപ്പു നൽകിയിട്ടുണ്ട്. 8 ദിവസത്തെ ദൌത്യത്തിന് ബോയിംഗ് സ്റ്റാർലൈൻ പേടകത്തിൽ കഴിഞ്ഞ ജൂണിലാണ് സുനിതയും വിൽമോറും നിലയത്തിലെത്തിയത്. എന്നാൽ പേടകത്തിലെ ഹീലിയം ചോർച്ച മൂലം നിലയത്തിൽ കുടുങ്ങുകയായിരുന്നു. ഇരുവരെയും മാർച്ച് അവസാനമോ ഏപ്രിൽ ആദ്യമോ സ്പേസ് എക്സിന്റെ പേടകത്തിൽ തിരിച്ചെത്തിക്കാനാണ് നാസയുടെ പദ്ധതി. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.